എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പല ടൈപ്പ് ഹെക്സഗൺ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ടൈപ്പ് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്കൊന്ന് നോക്കാം. ഇതൊരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ. സാധാരണ നമ്മൾ ഹെക്സഗൺ ചെയ്യുന്നതിലും നമുക്ക് നോക്കാം. ആദ്യം ഞാനൊരു സ്ലിപ്പ് നോട്ട് ഇട്ടു. 12 ചെയിൻസാണ് ചെയ്തെടുക്കുന്നത്. നമ്മൾ സാധാരണ മാജിക് റിങ് ഇട്ടിട്ടാണ് അധിക പേരും ചെയ്ത് കണ്ടിട്ടുള്ളത്. 3 ഡബിൾ ക്രോഷ്യ ചെയ്യും, 2 ചെയിൻ, 3 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ ആദ്യം സ്ലിപ്പ് നോട്ട് ഇട്ട് ഒരു 12 ചെയിൻസ് ചെയ്തിട്ട് അത് ജോയിൻ ചെയ്ത് നമ്മൾ റിങ് ആക്കി എടുക്കുക. ഓക്കെ, എന്നിട്ട് ഈ റിങ്ങിൽ നമ്മൾ 24 ഡബിൾ ക്രോഷ്യേസ് ചെയ്തെടുക്കുക. 24 ഡബിൾ ക്രോഷ്യ, 12 ഡബിൾ, 12 ചെയിൻസ് ചെയ്യുക, ജോയിൻ ചെയ്യുക, ദെൻ 24 ഡബിൾ ക്രോഷ്യേസ് ചെയ്യുക. ആ റിങ്ങിൽ നമ്മൾ 24 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ആദ്യം ഒരു 3 ചെയിൻ ഇട്ടു, പിന്നെ നമ്മളൊരു 23 ഡബിൾ ക്രോഷ്യോട് ചെയ്യുക. ഓരോ ഡബിൾ ക്രോഷ്യേസ് ഞാൻ ചെയ്തെടുക്കാം കേട്ടോ. ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതും നമുക്ക് ഇങ്ങനെ നമുക്ക് എത്ര റൗണ്ട്സ് വേണമെങ്കിലും ചെയ്തെടുക്കാം. 2-4 2-4 എന്നുള്ളൊരു പ്രൊപ്പോർഷനിലായിരിക്കും അത് വരിക. അപ്പോൾ 4 ഒക്കെ ഉള്ള സ്ഥലത്ത് കോർണർ ആയിരിക്കും നമ്മൾ ആ ഏരിയ എപ്പോഴും അതേപോലെ തന്നെ വരും. മറ്റ് സ്ഥലങ്ങളിൽ 2 കൂടി വരും. ആ ഒരൊറ്റ ഡിഫറൻസേ ഉള്ളൂ. നമ്മൾ സാധാ ചെയ്യുന്നതിലും അങ്ങനെ തന്നെയാണ് വരാറ്. 6 ഉണ്ടാവും, അത് കോർണർ ആയിരിക്കും. പിന്നെ 3 വരുന്ന സ്ഥലത്ത് നമ്മൾ 3 കൂട്ടി കൊണ്ടുവരും. നമുക്ക് ഓരോ ഡബിൾ ക്രോഷ്യേസും ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ ഇതവിടെ 24 ഡബിൾ ക്രോഷ്യേസ് ചെയ്തു. ആ 3 ചെയിനിലേക്ക് നമ്മൾ സ്ലിപ്പ് ഇട്ടിട്ട് ജോയിൻ ചെയ്തു. ഇനി 2 ഡബിൾ ക്രോഷ്യ കഴിഞ്ഞിട്ട് വരുന്ന സ്പേസിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. 2 ഡബിൾ ക്രോഷ്യൻ്റെ സെൻറ്റർ സ്പേസിൽ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക, ഒരു ചെയിൻ ഇടുക. ഇനി നെക്സ്റ്റ് 2 എണ്ണം കഴിഞ്ഞിട്ടുള്ള സ്പേസിൽ എന്ത് ചെയ്യുക, 4 ഡബിൾ ക്രോഷ്യ, 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക, ഒരു ചെയിൻ ഇടുക, 2 ഡബിൾ ക്രോഷ്യ, ദെൻ ഒരു ചെയിൻ ഇടുക. പിന്നെ 2 എണ്ണം കഴിഞ്ഞ് വരുന്ന സ്പേസിൽ 2 ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ, അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ഈ റൗണ്ട് ഫുള്ള് ചെയ്തെടുക്കുക. നമുക്ക് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മളിത് അവിടെ ആ റൗണ്ട് ഫുള്ള് ഇതാ കണ്ടോ ചെയ്തെടുത്തു. ലാസ്റ്റ് ആ 3rd ചെയിനിലേക്ക് സ്ലിപ്പ് ഇട്ട് ജോയിൻ ചെയ്തു. കണ്ടോ, ഒരു വെറൈറ്റി ഹെക്സഗൺ, ആ സെൻറ്ററിലൊരു ഹോൾ ഉണ്ടാവും എന്നുള്ളൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. മറ്റേ നമ്മൾ ആ ഹോൾ ക്ലോസ് ചെയ്തിട്ടാണല്ലോ സാധാ ചെയ്യാറ്. വീണ്ടും 3 ചെയിൻസ് ഇട്ടു, 4 ചെയിൻസ് ഇട്ടുണ്ട് ഞാൻ, കാരണം ആ സ്പേസിലല്ല നെക്സ്റ്റ് സ്പേസിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് 2 ഡബിൾ ക്രോഷ്യ ചെയ്തു, ഒരു ചെയിൻ ഇട്ടു. വീണ്ടും ആ 4 എണ്ണം വരുന്ന സ്പേസിൽ നമ്മൾ 4 ഡബിൾ ക്രോഷ്യ, 4 ഡബിൾ ക്രോഷ്യേസ് തന്നെ ചെയ്യുക. 2 എണ്ണം, ഒരു ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ. പിന്നെ വരുന്ന നെക്സ്റ്റ് സ്പേസിൽ നമ്മൾ എന്ത് ചെയ്യുക, 2 ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. ഒരു ചെയിൻ ഇട്ടു, പിന്നെ ഒരു സ്പേസ് ഉണ്ടാവും അവിടെ, 2 ഡബിൾ ക്രോഷ്യ, ദെൻ ഒരു ചെയിൻ ഇടുക, വീണ്ടും 2 ഡബിൾ ക്രോഷ്യ.
എപ്പോഴും ശ്രദ്ധിക്കും, നമ്മൾ കോർണർ സ്പേസിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. അതേപോലെ തന്നെയാണ് സെൻറ്ററിലും മാറ്റം ഉണ്ടായിട്ടല്ല, നമ്മൾ 2 ഡബിൾ ക്രോഷ്യൻ്റെ എണ്ണം കൂടി കൂടി വരും. നമ്മൾ റൗണ്ട്സ് കൂട്ടുന്നതിനനുസരിച്ച് ആ ഡബിൾ ക്രോഷ്യൻസിൻ്റെ എണ്ണം 1 2 3 4 ആ ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഇത് മനസ്സിലായാൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് ചെയ്തു പോകാൻ പറ്റും. എവിടെയെങ്കിലും ഇനി എന്ത് ഡിഫറൻസ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളെ ഷേപ്പിൽ പെട്ടെന്ന് മാറ്റം വരും. ആ പാറ്റേൺ ഹെക്സഗണിൽ നിന്ന് മാറി വേറെ ഷേപ്പാവും. അപ്പം നമുക്കറിയാം എവിടെയോ നമ്മൾ ചെയ്തതിൽ ഒരു തെറ്റ് വന്നിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഒന്ന് റീചെക്ക് ചെയ്താൽ നമുക്കത് വേഗം കണ്ടുപിടിക്കാം. അപ്പോൾ ഓരോന്നും ചെയ്യുമ്പോൾ ആ റൗണ്ട്സ് കറക്റ്റ് എല്ലാം നോക്കി ആ എണ്ണം തെറ്റാതെ ചെയ്യാം. കാരണം എനിക്ക് പറ്റാറുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണേലും നമുക്ക് പെട്ടെന്ന് സ്പീഡിലൊക്കെ ചെയ്യുമ്പം എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് വരാം. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ ഈ ഹെക്സഗൺ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു. എല്ലാവരും പാറ്റേൺ ചെയ്ത് നോക്കുക കേട്ടോ. താങ്ക് യു.